ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. നമ്മുടെ കോമഡി അവാർഡ്സിൽ അടുത്തൊരു കോമഡി ടൈം ആയിട്ടുണ്ട്. ഒരു സ്കിറ്റ് ആണ് വരുന്നത്. രാജേഷ് പരവൂർ ആൻഡ് ടീം അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്വന്തം ടീമല്ലേ, സ്വന്തം ടീം. അപ്പോ ആ ടീമിന്റെ ഒരു സ്കിറ്റ് കണ്ടിട്ട് തിരിച്ചു. ഞാൻ ശേഷം കുതിച്ചു പായുന്ന തീവണ്ടിയും വെള്ളസാരിയെടുത്ത് യക്ഷികളെപ്പോലെ പൊട്ടിച്ചിരിക്കുന്ന പെൺകുട്ടികളെയും കാണുമ്പോൾ നിങ്ങൾ കരുതും ഈ ശേഷത്തിന് പിന്നിൽ എന്തോ ദുരൂഹതകളുണ്ടെന്ന്. എങ്കിൽ ഒരു ദുരൂഹതയുമില്ല. ഞാൻ എൻ്റെ എൻട്രി പഞ്ചിന് വേണ്ടി ഇവരേക്ക് കൊണ്ടുവന്നതാണ്. എന്നും ദുരൂഹതകൾക്ക് പിന്നാലെ പോകുന്ന ശേഷം ഇന്ന് പോകുന്നത് ഓണാഘോഷങ്ങൾക്ക് പിന്നാലെയാണ്. അതെന്നെ കൊണ്ടെത്തിച്ചത് ഒരു ചായക്കടയിലാണ്. എനിക്കൊരു ചായ, എനിക്കൊരു ചായ താകടി. പറഞ്ഞു തീർന്നില്ല. ഓണങ്ങെത്തിയല്ല. അതിന് ഓണത്തെ കുറിച്ച് ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതുപോലെ പണ്ടത്തെ ഓണമായിരുന്നട്ടാ ഓണം. അതെന്താണ് ഇപ്പോഴത്തെ ഓണം ഓണമല്ലേ? അല്ലേ ഇത് ആരാശുപത്രി കൊണ്ടുപോകുന്ന പറഞ്ഞാ നിങ്ങൾ ഈ കിടന്ന് കാണിക്കണത്? എടാ മാറ്റി ഒന്ന് പിടിച്ച് മാറ്റണവന്മാരെ. എടാ ഇങ്ങോട്ട് മാറി നിക്കട വധൂരിപ്പടെ. അല്ലേ ഗിർക്കന്മാര് വന്ന് കണ്ടു കഴിഞ്ഞാ സീനാ പോട്ടാ. ഇങ്ങോട്ട് മാറിക്കട രണ്ടും. എന്തൊരു പരിപാടി ചേട്ടാ, എന്തിനാ ഞങ്ങളെ പിടിച്ചു മാറ്റിയത്? തമ്മി തല്ലിച്ചാങ്ങണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ പിടിച്ചു മാറ്റിയത് കുഴപ്പമായ. ചേട്ടാ ഇത് ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കിയതല്ല, ഇത് കളരിപ്പായിട്ടാണ്. കളരിപ്പായിട്ട് പിന്നെ നാട്ടാപ്പറ വെയിലത്ത് കിടന്ന് കളരിപ്പായിട്ട് കാണിക്കാൻ നിനക്കൊക്കെ എന്താണ് വല്ല ഭ്രാന്ത? ഇത് ഫ്ലവേഴ്സിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരസ്യമാണ്. ഇതുപോലെ തനത് കലകളായ ഓരോ കലാരൂപങ്ങളും കേരളത്തിന്റെ വിവിധ ജില്ലകളിലും പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കാണിച്ചതേ ഓണത്തല്ലിന്റെ പരസ്യമാണ് ചേട്ടാ. ഐസ ഇത് ഓണത്തല്ലായിരുന്ന നൈസായിട്ട് പിടിച്ചു മാറ്റിയപ്പോഴേ അറിയാതെ നിന്റെ കൈ കൊണ്ട് മൂക്കിന്ന് ചോര വന്നു. അറിയാതെ കൊണ്ടതല്ല, ഞാൻ മനഃപൂർവ്വം നിനക്കിട്ടൊന്ന് തന്നതാണ്. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ, ഇത് ഓണത്തല്ലാണ്. എടാ ഓണത്തല്ലണ്ടല്ല, ഈ ഓണത്തിന് തുടങ്ങി അടുത്ത ഓണത്തിനേ തീരാറുള്ളൂ. ഓണത്തല്ല്, കുമ്മാട്ടിക്കളി, പുലികളി, ഓണപ്പൊട്ടൻ എന്നിങ്ങനെ നമ്മൾ മറന്നു തുടങ്ങിയ നമ്മുടെ സംസ്കാരവും പൈതൃകവും നമ്മളിൽ തന്നെ പുനരാവിഷ്കരിച്ചതാരാണ്? ശേഷത്തിന്റെ ഈ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് വലിയൊരു തറവാട്ടിലാണ്. ഫ്ലവേഴ്സ് തറവാട്ടിൽ. പറയൂ പറയൂ പറഞ്ഞോ. നിർത്ത്. പറയൂ. ഒരു ചാൻ വയറിന് വേണ്ടിട്ടാണോ ഈ പെരുവയറ്റിൽ വലിയൊരു പുലിയുടെ പടം വരച്ചു വെച്ചേക്കുന്നത്? ഐ എന്തുട്ടി പറയണേ, ഓണായിട്ട് നമുക്ക് 10 പൈസ കിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ വരച്ചു കളിച്ചു, അത്ര തന്നെ. ഓക്കെ, ഇതാരാ? ഞാൻ കുമ്മാട്ടി. ഈ കുമ്മാട്ടിയുടെ വേഷം കിട്ടി നടന്നാൽ ഭാവിയിൽ മമ്മൂട്ടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതാരാ? ഇത് ഓണപ്പൊട്ടൻ. ഇത് ഓണപ്പൊട്ടനോ അതോ ഒറിജിനൽ പൊട്ടനോ? ഒന്നും മിണ്ടുന്നില്ല. സാറേ ജീവിക്കാൻ വേണ്ടിയാ പറഞ്ഞ് സാർ എന്നെ പൊട്ടനാക്കല്ലേ. ഇത്തവണത്തെ ഓണം അതിഗംഭീരമായി ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഫ്ലവേഴ്സ് തറവാട്. ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ തറവാട്ടിലെ കാരണവരായ ഇദ്ദേഹമാണ്. ഈ ഓണത്തിന് ഈ തറവാട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും എത്തിച്ചേരും എന്നാണ് ശേഷത്തിനറിയാൻ സാധിച്ചത്. നിങ്ങൾ എത്തിയോ? എന്തായത്? ഇതിപ്പോ ഇത് മുളക്. ഓണമായിട്ട് ഒന്നിനും ഒരു കുറവ് വരും. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊരു വിശേഷം. ഓണമായിട്ട് ഞാനും പിള്ളേരും എന്തിനേലും കോപ്രായങ്ങൾ കാണിച്ച് റേറ്റിംഗ് അങ്ങ് നിലനിർത്തി പോണു. ഭയങ്കര ഉഴപ്പാന്നേ.
കടയിൽ പോവൂല, മാർക്കറ്റിൽ പോവൂല, ഒരു പണിക്കും പോവൂല, വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിപ്പാ. അതൊന്നും എന്റെ കുഴപ്പമല്ല. സ്ക്രിപ്റ്റ് എഴുതി വെക്കുന്ന ആള് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. അതെ, നിങ്ങളുടെ മക്കളൊക്കെ എന്തി? അവർക്ക് പരീക്ഷയാന്നേ. ഓണമായിട്ട് പരീക്ഷ? ഓ, അതാണ് ഓണപരീക്ഷ. അത് മാത്രമല്ല, ഈ ബാലു എന്നൊരു പൊട്ട റേഡിയോ വെച്ച് നന്നായിക്കൊണ്ടിരിക്കും. എടി, ഈ റേഡിയോ എന്റെ 15ാമത്തെ വയസ്സിൽ ആശ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഇതെന്ന് നന്നാക്കി തീരുന്നു അന്ന് പുതിയ റേഡിയോ തരാമെന്ന് പറഞ്ഞ. എന്നിട്ട് ഇവളിപ്പോ എന്നെ പള്ളു പറയുന്നേ. ഓ, ഈ റേഡിയോ നന്നായാലും നിങ്ങൾ നന്നാവോന്ന് എനിക്ക് തോന്നാനുള്ള. മുറുകട്ടെ, വാക്കേറ്റ് മുറുകട്ടെ, എങ്കിലേ എപ്പിസോഡ് നന്നാവും. റേറ്റിംഗ്. എടി, ഞാൻ ഇനി ഒരു കാര്യം പറയാം. ദേഷ്യം വരുമ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ജൂഹി ചവളെ പോലെ ആയിരിക്കും. ജൂഹി ചവളയോ? ഞാനോ? തള്ളേ, ജൂഹി ചവളെ അല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ. ബാലു വേണ്ട. എന്തിനടി നിന്നെ കളിയാക്കി കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും? എടി വാടി, വാ ഭക്ഷണം കഴിക്കാം. മണി 3 മണിയായി. 3 മണിക്ക് ഇവിടെ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ലല്ലോ. വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. പൊറോട്ടയും ചിക്കനും താ. കുട്ടിമണി, തിരുവോണത്തിന് വന്ന് പൊറോട്ടയും ചിക്കനും ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? പൊറോട്ടയും ചിക്കനും തന്നില്ലേ ഒറ്റ കൂത്ത് വെച്ചു തരൂ. അതെ, സീരിയലിൽ മാത്രം പൊട്ടം കളിച്ചാൽ മതി, ജീവിതത്തിൽ പൊട്ടം കളിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയതാ. 3 മണി സീരിയലിലെ ഈ കഥാപാത്രത്തെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയ ഈ കുട്ടി ഫ്ലവേഴ്സ് തറവാടിന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി ഇതാ എത്തിക്കഴിഞ്ഞു. പറയൂ, ആരാണ്? ഞാൻ പ്രൊഫസർ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ഈ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്? എന്റെ വീട്ടുപേര്. അപ്പനപ്പൂപ്പന്മാരായിട്ട് കുഴി കുത്തി കഞ്ഞി ഞങ്ങൾക്ക് കുഴിയിൽ ഒഴിച്ചു തരും, അതാണ് കഞ്ഞിക്കുഴി. എത്ര കാലമായി കുഴിയിൽ കഞ്ഞി കുടിക്കാൻ തുടങ്ങി? അല്ല, എത്ര നാളായി സൈക്കാട്രിസ്റ്റ് ആയിട്ട്? ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എടോ, എന്തിനാ എന്റെ കാലി ചവിട്ടിയെ? ആര് ചവിട്ടി? എപ്പ ചവിട്ടി? തനിക്ക് തോന്നിയതായിരിക്കും. അതല്ലേ പറഞ്ഞ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എല്ലാരും മുന്നോട്ട് നടക്കുമ്പോ ഞാൻ പിന്നോട്ട് നടക്കും. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാത്രി 8 മണിക്കാണ്. ആ 8 മണിക്ക് എണ്ണീറ്റ് ഞാൻ മോർണിംഗ് വാക്കിന് പോകും. 8:30 വന്ന് കുളിച്ച് റെഡിയായി രാത്രി 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാത്രി 10 മണിക്ക് ഓഫീസിൽ പോകും. രാത്രി 10 മണിക്ക് ഓഫീസ് അടക്കുന്ന സമയമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. രാത്രി 1:30 മണിയാകുമ്പോ ഞാൻ ലഞ്ച് കഴിക്കും. വെളുപ്പിന് 3 മണിക്ക് ഓഫീസ് അടയ്ക്കും. 4 മണിക്ക് ഷട്ടിൽ കളിക്കും. 5 മണിക്ക് ഡിന്നറും കഴിഞ്ഞ് വെളുപ്പിന് 6 മണിയാകുമ്പോ സുഖമായിട്ട് കടന്നുറങ്ങും. ശരിക്കും ചികിത്സ വേണ്ടോ തനിക്കാ? എന്നെ ചികിത്സിച്ചിരുന്ന 10 ഡോക്ടർമാരിൽ 8 പേര് ഇപ്പൊ കുതിരവട്ടത്തിൽ ചികിത്സയിലല്ലേ. അതെന്തിനാ? എന്നിൽ നടക്കുന്ന പ്രതിഭാസം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് എന്നെ കണ്ണിട്ട് കുത്തിയത്? ആര് കുത്തി? എപ്പോ കുത്തി? ഞാൻ കുത്തിയില്ല. കുത്തിയില്ലേ? ഇല്ല. എന്നാ കുത്ത്. ഈ കണ്ണ് ഭയങ്കര ചൊറിച്ചില്. ഇത് കണ്ടിട്ട് എനിക്കാണ് ചൊറിച്ചിൽ വരുന്നത്. എന്ത് സ്വഭാവമാണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന്. എന്നാ പിന്നെ നമുക്ക് ചികിത്സ ആരംഭിക്കാം. ആരംഭിച്ചോ? ഞാൻ എന്തിനും റെഡി. ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രശ്നങ്ങളൊക്കെ. 3 നേരം ഗുളി കഴിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നതോ അതോ ചികിത്സിക്കാൻ വന്നതോ? എന്ത് വേണേലും ചെയ്യാം. മരുന്ന് കൊടുക്കാനും ഞാൻ റെഡി, മരുന്ന് കഴിക്കാനും ഞാൻ റെഡി. അങ്ങനെയാണെങ്കിൽ മരുന്ന് കൊടുക്കാൻ റെഡി ആയിക്കോ. ഞാൻ ആ കുട്ടിയെ വിളിക്കാം. കുട്ടിമണി, കുട്ടിമണി. പേരിൽ തന്നെ തലതിരിവാണല്ലോ. അതെന്താ? ശരിക്കും മണിക്കുട്ടി എന്നല്ലേ, ഇതിപ്പോ തലതിരിഞ്ഞ് കുട്ടിമണി എന്നായിരിക്കുന്നു. എനിക്ക് പറ്റിയ കേസ് തന്നെ. വിളിക്ക്. ആരായി ഓക്സിജൻ? ഓക്സിജൻ അല്ല, മനസ്സിജൻ. ആരായി മനസ്സിജൻ? ഇവളുടെ മനസ്സ് വായിക്കുന്നവൻ ആരോ, അവനാണ് മനസ്സിജൻ. എന്നിട്ട് ആരെങ്കിലും ആ മനസ്സ് വായിച്ചോ? എവിടെ? എഴുതിയ റൈറ്റർക്ക് പോലും ഒരു എത്തുമിടി കിട്ടുന്നില്ല. അതാ അവൾ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് പൊറോട്ടയും ചിക്കനും താ. ആരായി തവക്കള? തവക്കളയല്ല, പിച്ചള. പിച്ചളെ സ്വർണ്ണോ വെള്ളിയോ ആരെങ്കിലും ചെന്ന് ഇവർക്ക് പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടു. എനിക്കിപ്പോ വേണ്ട ഇത്തിരി സ്വസ്ഥത. എന്തൊരു വേളം. അതെ, ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. കുട്ടിമണി, കുട്ടിമണിക്ക് ഇപ്പൊ പൊറോട്ടയും ചിക്കനും അല്ലേ വേണ്ടത്? അതെ, ഞാൻ വാങ്ങിത്തരാം. മനുഷ്യനാണോ? അല്ല. പിച്ചളയാണോ? അല്ലെന്നേ. പിന്നെ നിങ്ങൾ ആരാ? ഞാൻ സാറേ, എന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഏതോ കിങ്കോങ്ങോ കഞ്ഞിക്കുഴിയോ അങ്ങനെ എന്തോ. ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. മോക്ക് പൊറോട്ടയും ചിക്കനും ഈ കഞ്ഞിക്കുഴി മാമ വാങ്ങിത്തരാം. വാ. കിന്നാരം പറഞ്ഞിട്ട് മിന്നാരം മിനങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ.
മാത്രം ഉപ്പും മുളകും ചമ്മന്തിയും വേഷവും എല്ലാവരും ഈ തറവാട്ടിൽ എല്ലാവരും ഓണത്തിനെത്തി. താൻ മാത്രം എന്താ ലേറ്റായി? ഓണായിട്ട് നല്ല വെറൈറ്റി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ ഓണം നമുക്ക് തകർക്കണ്ടേ? ഈ ഓണത്തിന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് നമ്മുടെ ഈ തറവാട്ടിൽ ഞാൻ കൊണ്ടുവരുന്നത്. കേറ്റിപ്പറ. അയ്യോ, ഇതെന്റെ മാക്സിമം പിച്ചാണ്. അത് മറ്റാരുമല്ല, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ മഞ്ഞാപ്പള്ളി കലേശൻ. വെൽക്കം സർ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തുണ്ടേ. എല്ലാവർക്കും എന്റെ നമസ്കാരം. നമസ്കാരം. ഓണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് മാത്രമായിട്ട് ഒരു അഭിപ്രായമില്ല, ശാഖയുമായിട്ട് ആലോചിച്ച് ഞാൻ അതിനുള്ള മറുപടി പറയാം. ഒന്നപ്പോ ശാഖയെ കൂടെ കൊണ്ടുവരായിരുന്നു. കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഈ ശാഖ എന്ന് പറയുന്നത് എന്റെ ഭാര്യയല്ല, ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു കൂട്ടായ്മയാ, പോഴൻ. നല്ല തമാശയായിരുന്നു, നല്ല കോമഡി ആയിരുന്നു അത്. അതെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ രഹസ്യം പറയാതെ ഉറക്കെ പറ, ഞങ്ങൾ കൂടി കേൾക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മാക്സിമം ശബ്ദമാണിതെന്ന്. ഈ ഓണത്തെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, അത്തം മുതൽ 10 ദിവസം മൊത്തം മഞ്ഞയായിരിക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞ മുണ്ട്, മഞ്ഞ ഷർട്ട്, സ്ത്രീകൾ മഞ്ഞ സാരി, മഞ്ഞ പൂക്കൾ കൊണ്ട് കളം, മഞ്ഞ ഇലക്കകത്ത് ചോറ് വിളമ്പി കഴിക്കണം. കഴിവുണ്ടെങ്കിൽ എല്ലാ കറികളും മഞ്ഞയാക്കാനൊന്ന് ശ്രമിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കൂടി കണ്ടാൽ കണ്ടു നിൽക്കുന്നവർ പറയും മഞ്ഞപ്പിത്തമാണ്. എന്നാ ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ഡംഷറാഡ് റൗണ്ടാണ്. അതായത് ഞാനൊരു കോലയില് ഒരു വടി വെച്ചിട്ട്. വേണ്ട, ഭയങ്കര ലാഗ. ഈ ഓണത്തിന് നടത്തുന്ന പരിപാടിയാ, ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാനൊരു സിനിമാ പേര് കാണിക്കും, അതൊന്ന് അഭിനയിച്ച് കാണിക്കണം. മനസ്സിലായി? ഇത്രേ ഉള്ളൂ. ഈ സിനിമാ പേര് ഏതാണെന്ന് അഭിനയിച്ച് കാണിക്കണം. ഞാൻ സിമ്പിൾ ആയിട്ട് പറയും, നോക്ക്. കൈക്ക് വിറവലുണ്ടോ? കൈക്ക് വിറവലുണ്ടെങ്കിൽ വല്ല ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്ക്. ഇവിടെ ശ്രദ്ധിക്ക്. മനസ്സിലായി. വെളിച്ചപ്പാട്. ഈ ക്ലബ് സിദ്ധാബാദ്. എന്റെ തോന്നി അതല്ല, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാവോ? കാണിക്ക് നോക്കട്ടെ. മനസ്സിലായി. മണി. ഓ ഭാഗ്യം, ആ മണി ഇനി അവിടെ ഇരിക്കട്ടെ. ഓക്കെ. പെട്ടിയിൽ എന്തോ എഴുതുന്നു. ഇത് മനസ്സിലായി. ചിത്രം. എന്റെ ദൈവമേ, ആദ്യത്തെ എന്താ? മണി. അത് കഴിഞ്ഞിട്ടുള്ള ചിത്രം. ഇനി വീട് പൂട്ടി താക്കോലെടുത്ത്. എന്നാലും അതിന്റെ ആ മെയിൻ സാധനം പറയരുത്. എനിക്ക് മനസ്സിലായി. എന്നാ പറ. മണി ചിത്രം താഴിട്ട് പൂട്ടി. പൂട്ടിയത് മാത്രമല്ല, കൊണ്ടുപോവുക ചെയ്ത്. എന്റെ പൊന്ന് പൊട്ടമ്പോഴാ, മണിച്ചിത്രം താഴ്ന്ന് ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പറയും. സാറ് കാണിച്ചത് ശരിയാകാഞ്ഞിട്ടാണ്. നീ കാണിച്ചതിന് ഞാൻ ശരിക്കും ഇതല്ല കാണിക്കേണ്ടത്. അതൊക്കെ പോട്ടെ, ഇനി കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒരു കാര്യം ചെയ്, നീ ഒന്ന് പുറത്തേക്ക് വാ. എനിക്കാ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അതെന്ത് ചോദ്യമായിരിക്കും? പോലെ വൻ പണിയാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊറോട്ടയും ചിക്കനും താ. ബെസ്റ്റ്. ഈ നാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ഇത് നമ്മുടെ 3 മണിയല്ലേ? ഇതാരാ കൂടെ ഉള്ളത്? ഇത് 3 മണിയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറാ. അയാൾക്കും ഭ്രാന്തായി. ഇത് നമ്മൾ എന്ത് ചെയ്യും? അയാളെ വെച്ച് നമ്മൾ പുതിയൊരു സീരിയൽ തുടങ്ങും. 7 മണി, 3 മണി, 7 മണിയും കൂടി അങ്ങോട്ട് മാറി നിൽക്ക്. സമയം 10 മണിയാണ്. വന്നേ എല്ലാവരും ഞാൻ വിളിച്ചു കൂട്ടിയത് ഈ ഓണം നമുക്ക് എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങട്ടെ. ഒരു മിനിറ്റ്. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം. നമസ്കാരം. ആഘോഷങ്ങൾ ഏത് തന്നെ ആയാലും അത് അടിച്ചു പൊളിക്കണമെങ്കിൽ എന്റെ ഒരു പാട്ട് കൂടി വേണം അല്ലേ? പാടട്ടെ. ആരാ? മനസ്സിലായില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാ. ഓണായതുകൊണ്ട് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി. കുഴപ്പമായോ? ഇല്ലല്ലേ? അതെ, ഇനി ഞങ്ങൾ ഫ്ലവേഴ്സ് തറവാടിൽ അംഗങ്ങൾ മാത്രമുള്ള ഒരു ഓണാഘോഷമാണ്. പുറത്തുനിന്ന് ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അത് ശരിയായിരിക്കാം, പക്ഷെ എന്റെ പാട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കേട്ടോ? தமிழ் படங்களை மனது வச்சுக்கிட்டு
மீசை முறுக்கிக்கிட்டு லுங்கி மடிச்சுக்கிட்டு நம்பியாரு ஹே கபாலி அப்படின்னு சொன்னா உடனே குனிஞ்சு சொல்ல கேசமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலின்னு நினைச்சியடா കപാലിടാ. മിസ്റ്റർ കഞ്ഞിക്കുഴി, ഇത്തവണത്തെ ഓണം താങ്കളുടേതാണ്. തനിക്ക് പറ്റിയ ഒരാളെ കൂടെ കിട്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചായിക്കും. ഇത് മരുന്നിലും ഗുളിയാലൊന്നും തീരൂല. പിന്നെ ഷോക്ക് തന്നെ കൊടുക്കണം. ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അത് എല്ലാവരും ഇങ്ങനെ പറയും. അങ്ങനെയല്ല, ശരിക്കും അങ്ങനെയല്ല. എന്താണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് അല്ല, അത് കുഴപ്പമില്ല, വരുന്നില്ല. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് ഓണാഘോഷങ്ങൾ ആരംഭിക്കാം. എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരാജപ്പെട്ടൈറ്റുണ്ട് കയ മാലിനങ്കരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരാജപ്പെട്ടൈറ്റുണ്ട് കയ മാലിനങ്കരെ. എന്തായാലും ഈ ഓണാഘോഷത്തിൽ നിങ്ങളും പങ്കുചേർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലവേഴ്സിന്റെ ഈ ജൈത്രയാത്ര ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശേഷിക്കുന്ന ഇടവഴികളിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ ശേഷം. നിരപറ ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത അവാർഡ് പ്രഖ്യാപിക്കാനായിട്ട് വിളിക്കുന്നതിന് മുമ്പ് അവാർഡ് കാറ്റഗറി പറയാം. ദിസ് എ സ്പെഷ്യൽ മെൻഷൻ കാറ്റഗറി. അത് പ്രഖ്യാപിക്കാനായിട്ട് വരുന്നത് മലയാളികളുടെ പ്രിയതാരം നീരജ് മാധവ്. Ladies and gentlemen, put your hands together and welcome നീരജ് മാധവ്. നീരജ്, യെസ്, the stage is totally yours. താങ്ക് യു. അപ്പോൾ സ്പെഷ്യൽ മെൻഷൻ അവാർഡാണ്. സ്പെഷ്യൽ മെൻഷൻ ടോട്ടലി അപ് ടു യു ഹൗ യു ഡു ഇറ്റ്. അതെ, അത് എനിക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മാറിയിരിക്കുന്നതായിരിക്കും. ശരി, നമ്മൾ മാറുന്നു. ഈ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ആക്ച്വലി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു സംഭവമാണ്. എന്താണ് ഈ സ്പെഷ്യൽ മെൻഷൻ, സ്പെഷ്യൽ ജൂറി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ അവാർഡുകളും ആർക്കാണ് തീരുമാനിച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്നൊരു അവാർഡാണ് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു അവാർഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാനായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ തീരുമാനിച്ചു, എന്തായാലും ഇവിടെ വരാൻ പോകുന്ന ആൾക്കാരെല്ലാവരും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും തീർച്ചയായിട്ടും അവാർഡിന് അർഹരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഭാഗ്യത്തിൻ്റെയും കൂടെ ഒരു ഘടകം കണക്കിലെടുത്ത് നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയാണ്. ലക്കിടിപ്പിലൂടെ നമ്മൾ ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കും. അതായത് നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആർക്ക് കിട്ടിയാലും ഓക്കെ അല്ലേ. അതായത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കസേരയുടെ അടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. സ്റ്റിക്കർ ഒട്ടിക്ക് ആ സ്റ്റിക്കർ ഏത് കസേരയിലാണോ അതിൽ ഇരിക്കുന്ന ആൾക്ക് അവാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടിയാണ് നമ്മൾ ഈ സ്പെഷ്യൽ മെൻഷൻ അവാർഡിന് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും വേണോ? ഒരു വെറൈറ്റി പരിപാടിയല്ലേ, രസമല്ലേ? ലക്കി ഡ്രോയിൽ ഒരു അവാർഡ് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി അപ്പോൾ സീറ്റ് നമ്പർ ആണോ എഴുതിയിരിക്കുന്നത്? ആ, സീറ്റ് നമ്പറാണ്. ഞാനത് ആരുടെ സീറ്റിന്റെ അടിയിലാണെന്നൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് ഇട്ട ചെറിയൊരു നടക്കല്ലേ ഇവിടെ ജോജിന് അവാർഡ് കിട്ടിയതാ കൊടുക്കല്ലേ? അത് സീറ്റ് അല്ല, അത് ബാക്കിലാണെങ്കിൽ അവിടെ ഇവിടെ ഒന്നും സാധ്യതയില്ല അല്ലേ? അവിടെ സീറ്റ് ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പോകുന്ന അവാർഡാണെങ്കിൽ ഇത്ര ട്രഷർ ഹണ്ട് പോലെ എവിടെയാണെന്ന് വെച്ചിരിക്കുന്നത്. സോറിയടാ, നീ അല്ലടാ. ഇവിടെ എനിക്ക് തോന്നുന്നു ഭാവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ അടിയിലെ സ്റ്റിക്കർ കാണാൻ കുറച്ച് എങ്ങനെയാണ് എവിടെ അല്ല കേട്ടാ, സോറി കേട്ടാ, ഇവിടെ അല്ല. ആണുങ്ങളെ മാത്രം മതി. എന്താണ് ഇവിടെ? ഒരിക്കലും അങ്ങനെ ഇവിടെ അല്ല, ഇവിടെ ഈ കസേരയുടെ അജു വർഗീസ് ആണ് ഭാഗ്യവാൻ. അജു വർഗീസിനാണ് സ്പെഷ്യൽ മെൻഷൻ. നീയല്ലേ പറഞ്ഞു എന്നോട് ഇവിടുന്ന് അവാർഡ് വരും? നീയല്ലേ പറഞ്ഞു ഇവിടുന്ന് അവാർഡ് വരും? ഞാൻ ഈ കസേരയാണ് പറഞ്ഞത്. അത് സോറി, ഞാനത് മാറി. എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് കൊടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ, ഞാൻ വാങ്ങിച്ചോട്ടെ. ശരി. അതായത് ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ലക്കിടിപ്പിലൂടെ അവാർഡ് കൊടുത്തിരിക്കുകയാണ്. അജു വർഗീസ് ആണ് വീണ്ടും ഭാഗ്യവാനം തെളിയിച്ചുകൊണ്ട്. പ്ലീസ് വരൂ, കടന്നു വരും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ കസേരയിൽ ഇരിക്കാമായിരുന്നു, പക്ഷേ അതിന് ഭാഗ്യം കൊണ്ട് അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നത് അല്ലേ?
അതെ, ലക്കി ഡിപ്പിൽ ആദ്യമായിട്ടാണ്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അവാർഡ് കിട്ടുന്നത്. അത് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ആ കസേരയിൽ ആര് ഇരുന്നിരുന്നെങ്കിലും അവാർഡ് കിട്ടുമായിരുന്നു. പക്ഷെ ആ കസേരയിൽ ഇരിക്കേണ്ടത് അജു വർഗീസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ആ കസേരയിൽ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് തന്നെയായിരുന്നു ആ അവാർഡ്. കാരണം മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ടുള്ള ദ മോസ്റ്റ് വാണ്ടഡ് കോമഡി എന്ന് ഞാൻ പറയുന്നില്ല, ക്യാരക്ടർ റോൾസ് വരെ ചെയ്തു തുടങ്ങി. ദ മോസ്റ്റ് വാണ്ടഡ് ആക്ടറാണ്. ആക്ടർ എന്നുള്ളതിലുപരി ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു നാഴികക്കല്ലാണ്. ഒരു പ്രൊജക്ട് ഡിസൈനർ വരെയാണ്. പല സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പല സിനിമകളും ഉണ്ടായിട്ടുള്ളത് പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിരാമായണം മുതൽ ഒട്ടനവധി പ്രോജക്ട്സ്. സോ വിത്ത് all due respect, that was just a play. You deserve this award more than anyone. Yeah. But before we give away the award, let's see what the world has to know about Aju why Varghese. He deserves this award. Aju Varghese. ഹാസ്യത്തിന് ഒരു അജൂവിയൻ വ്യാഖ്യാനമാണ് അജു വർഗീസ്. നിവിൻ പോളി ചിത്രങ്ങളിലെ ഹാസ്യ നങ്കൂരമായി തുടങ്ങിയ അജു ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യമായ നർമ്മഭാഗമായി മാറി. കോഹിനൂറിലെയും ടു കൺട്രീസിലെയും മിന്നും പ്രകടനത്തിന് കോമഡിയുടെ വർണ്ണഗംഭീര പുരസ്കാര വേദിയിൽ പ്രത്യേക പരാമർശം. സ്പെഷ്യൽ മെൻഷൻ അജു വർഗീസ്. My dear friend, my dearest. Can I have ഷാഫിക also on stage? കാരണം ഈ അവാർഡിന്റെ പുറകിൽ തീർച്ചയായും ഷാഫികയ്ക്ക് ഒരു റോൾ ഉണ്ട്. മലയാളികളുടെ പ്രിയ സംവിധായകൻ ശ്രീ ഷാഫി അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. Thank you, Shafika. Thanks a lot. But Aju, the mic is all yours. Hi, Midun Chata. Thank you. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നീരജ് ഇത് ചെയ്തതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? നേരത്തെ എങ്ങാനും അറിഞ്ഞിരുന്നേ അജു ഇതിരുന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ഇവിടെ എത്താൻ ലേറ്റ് ആയനെ. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞത് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരുപാട് കഷ്ടപ്പെട്ട അവാർഡ് കിട്ടുള്ളൂ എന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഇവിടം വരെ എത്താൻ ആ വഴി കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടി. അത്രയേറെ കഷ്ടപ്പെട്ടു ഇവിടെ എത്താൻ. പിന്നെ ആദ്യമേ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരാൾ എനിക്ക് അയച്ചൊരു കുറിപ്പ് എനിക്കിവിടെ പറയണം തോന്നി, അതുകൊണ്ട് പറയാണ്. എന്നെക്കുറിച്ചാണ്. അഭിനയിക്കാൻ അറിയാത്ത നടനായ ഭാഗ്യവാൻ. അത് എനിക്ക് വളരെ സത്യമായിട്ട് തോന്നി. കാര്യം ഇതൊക്കെ കാണുമ്പം എൻ്റെ ചുറ്റുമുള്ള ടാലൻസ്, നീരജാണെങ്കിലും മറ്റു ടാലൻസ് എത്ര പേര്, സൗബിൻ, ഷറഫ്, ധ്യാൻ, കഴിഞ്ഞ വർഷം ഈ അവാർഡ് ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി 6 വർഷം മുമ്പ് വിനീത് എൻ്റെ ആദ്യ സിനിമയായ മലർവാടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പം ഒരു വലിയ മനുഷ്യൻ ഞങ്ങളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വാങ്ങിച്ചു. ജഗതി ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹമായിരിക്കാം ഈ ഒരു ഭാഗ്യം. ഇന്നും അതിനുശേഷം ഭാഗ്യം കൊണ്ട് തന്നെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസാനം ഈ കിട്ടിയ അവാർഡ് വരെ ആ ഒരു അനുഗ്രഹത്തിന് മാത്രമായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഇന്ന് സന്തോഷമുള്ളൊരു വേറൊരു ദിവസം കൂടിയാണ്. സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹം മനസ്സിൽ വരാനുള്ള പ്രധാന കാരണം പ്രിയദർശൻ സർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകളായിരുന്നു. ഇന്ന് ആ സിനിമ ഇറങ്ങി അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പുറകെ നടന്ന് ചോദിച്ചു വാങ്ങി ഒരു സിനിമ കിട്ടി. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം എന്ന് പറഞ്ഞ സിനിമ. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. പിന്നെ ഈ അവാർഡ് എനിക്ക് തന്ന വ്യക്തി, ശൂന്യതയിൽ നിന്ന് ഹ്യൂമർ ഉണ്ടാക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത് ആദ്യമായി ഞാൻ കാണുന്നത്. ഞാൻ വിനീതിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, 2 കൺട്രീസ് അഭിനയിച്ച് കഴിഞ്ഞപ്പം, അളിയ ഷാഫിക്കയും റാഫി സാറും ദിലീപേട്ടനൊക്കെ അവർ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഹ്യൂമർ ഉണ്ടാക്കുന്നത്. അളിയൻ സ്ക്രിപ്റ്റ് വരുന്നതാണ് നമ്മൾ പറയുന്നത്. ഈ സ്കൂൾ അതല്ല. ഇത് നമ്മൾ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ആ സിറ്റുവേഷനിൽ. സ്ക്രിപ്റ്റ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ അവരുണ്ടാക്കുന്ന ഹ്യൂമർ അതിൻ്റെയൊക്കെ മേലെയാണ്. അത് ഒരു പുതിയൊരു സ്കൂളായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. കപ്പ്യാറിൽ 2 കൺട്രീസ് ചെയ്യുമ്പോഴായിരുന്നു അടികപ്പ്യാർ ചെയ്യുന്നത്.
ഇവൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറയും, എടാ ദിലീപേട്ടൻ്റെ പടത്തിലൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്, എനിക്കറിയില്ല, നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്. അങ്ങനെ ഒരുപാട് ആ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. തീർച്ചയായിട്ടും ഷാഫിക്ക, രഞ്ജിത്തേട്ട, 2 Countries എന്ന് പറഞ്ഞ സിനിമ വലിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു. ഒരുപാട് മൈലേജ് നിന്നൊരു സിനിമയാണ്. എല്ലാത്തിനും നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞു അഭിനയിക്കാൻ അറിയാതെ നടനായി എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇപ്പൊ നമ്മൾ എല്ലാവരെ കുറിച്ച്, ലെജൻഡറി ആക്ടേഴ്സിനെ കുറിച്ച് പോലും നമ്മൾ പറയുന്നത് അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർ ബിഹേവ് ചെയ്യാണ്, റിയൽ ആണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അതിനുള്ള ഒരു പുരസ്കാരമാണ് ഇപ്പൊ ഈ കയ്യിലിരിക്കുന്നത്. അവൻ അത്രയ്ക്കൊന്നും ചിന്തിക്കാതെ അത് എഴുതിയത്. പക്ഷെ നമ്മൾ അത്രയും കടന്ന് ചിന്തിച്ചിരിക്കുന്നു. താങ്ക് യു. പക്ഷെ അതിൽ യാതൊരു സംശയമില്ല. അജുവിന്റെ ഇപ്പോ നമ്മള് ഇപ്പൊ കോമഡി മാത്രം പറഞ്ഞു. അജു ഈയിടയ്ക്ക് ചെയ്ത സുധി വാൽമീകത്തിലെ കഥാപാത്രമാണെങ്കിലും ഈവൻ പ്രേതത്തിലെ കഥാപാത്രമാണെങ്കിലും ഒക്കെ അജു ക്യാരക്ടറിനോട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. ചെറിയ നരയൊക്കെ വന്നു തുടങ്ങി. അതെ. അപ്പൊ എൻ്റെ അടുത്ത് നീരജനെ പറഞ്ഞു, നിങ്ങളുടെ മെന്റൽ ഏജ് ഒക്കെ കൂടി, നിങ്ങൾക്ക് 30 വയസ്സൊക്കെ ആയി, ഇനി തട്ടത്തിനും പറയത്തൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, കോമഡി ഒന്നും ഇനിയും ചിലപ്പോൾ പറ്റൂല. ഷാഫിക്കൊക്കെ അറിയാം. ഞാൻ ഷാഫിക്കോട് ചോദിച്ചു, അതെ ഇതൊക്കെ ഇനിയും ചെയ്യണോ? കാര്യം എൻ്റെ അടുത്ത് ഇവരൊക്കെ പറയുന്നു നിങ്ങൾക്ക് പ്രായമായി. ഞാൻ രഞ്ജിതോട് പറഞ്ഞു, അല്ല അപ്പൊ ഇപ്പൊ നീരജ് ഒരു തിരക്കഥ എഴുതുന്നുണ്ട്, അപ്പൊ അതിലൊരു വേഷമുണ്ട്, നീരജിനോടൊപ്പം തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വേഷം. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ടടാ രഞ്ജി പണിക്കർ സാറിന് വെച്ചാൽ കമ്മീഷണറുടെ വേഷം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അതായത് ബേസിക്കലി ഇത് മറ്റേ പ്രായ എന്നുള്ള തോന്നലൊന്നുമല്ല, മടിയാണ്. മടി എന്ന് പറയുന്നത് കണ്ടുപിടിച്ച 2-3 ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ എന്റെ അടുത്ത് പറയാം, എടാ ഞാനൊരു കഥ എഴുതാനുള്ള ഒരു ഉദ്യമം, അങ്ങനെ ഒരു ശ്രമമുണ്ട്. അതിലും കൂടെ കൈവെക്കാനുള്ളൂ. അല്ലാതെ ഞാൻ വരുന്നുണ്ട് നീരജ്. അല്ല അതിന്റെ കാര്യം നമുക്കൊന്ന് അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പം എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു, എടാ ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിൽ മാത്രം നടക്കുന്ന ഒരു കഥ നമുക്ക് എഴുതിയാലോ? ഞാൻ വെച്ചാൽ എന്താ, അല്ല ഇവിടെ വേറെ എവിടെയും പോകണ്ടല്ലോ, അവിടെ അല്ല ഇതാണ് അടികപ്പേരെ കൂട്ടമണി ഒരു ഹോസ്റ്റലിൽ നടക്കുന്ന പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ച ആൾ ഇദ്ദേഹമാണ്. കാരണം വേറെ ലൊക്കേഷൻ ഷിഫ്റ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് പ്രായം കൂടിയതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായത്തിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബിജു മേനോനും ഒരു പിവറ്റൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പടം സംഭവിക്കുന്നുണ്ട്. അതിനും എന്താ പറയാ, എല്ലാവരുടെയും അനുഗ്രഹം ഇരിക്കുന്ന എല്ലാ മഹാരാജന്മാരുടെയും അനുഗ്രഹം വേണം. ഈ താങ്കളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ആദ്യ സിനിമയായ മലർവാടിയിൽ ചേട്ടനോടൊപ്പം തുടങ്ങിയതാണ് നമ്മളൊക്കെ. ഒരുപാട് സന്തോഷം. ശശി, തീർച്ചയായും. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും സിനിമ, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന, പിന്നാമ്പുറത്ത് ഒന്നിക്കുന്ന, മുമ്പിൽ ഒന്നിക്കുന്ന ഒരുപാട് സിനിമകൾ വന്നു. ഇല്ല, പിന്നാമ്പുറത്ത് ഒന്നിക്കില്ല, ഇവൻ മാത്രമേ ഉള്ളൂ, ഞാൻ മുമ്പിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പ്രോജക്റ്റിന്റെ ഡിസൈനർ ആരാ? അല്ല അത് The project designer is none other than Aju Varghese. അതിന് നിങ്ങൾ എല്ലാവരും ചേർന്നൊരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണ്. He is one hell of a friend to have. Great job. Thank you. See, actually Ashwati has a request. അല്ലല്ല, ഡാൻസ് ചെയ്യിപ്പിക്കാനല്ല, ഡാൻസ് ചെയ്യിപ്പിക്കാനേ അല്ല, ഇത് വെച്ചോ അല്ല, പോവരുത്. അശ്വതി എന്റെ അടുത്ത് കുറച്ചു നേരത്തെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ അവരടുത്തൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ്ലി ഈവൻ ഇഫ് യു ഗിവ് ദം, ഞാൻ നിങ്ങളൊക്കെ വർക്ക് ചെയ്യണ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അശ്വതി അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ്ലി ഈവൻ ഇഫ് യു ഗിവ് ദം വൺ സിറ്റുവേഷൻ they will make it happen then and there. അശ്വതി പറഞ്ഞു അത് നടക്കൂല എന്ന് പറഞ്ഞു. അശ്വതിയോട് ഞാനും കൂടെ നിൽക്കുന്നു. ഇല്ല, അങ്ങനെ പറയുന്നത് നമ്മൾ അവാർഡ് മേടിച്ച് കൈ വെച്ച് ദുബായ് തൊട്ട് പരിചയപ്പെട്ടവരാണ്. ഇങ്ങനെ അത് പറഞ്ഞിട്ട് പരിചയപ്പെടുന്നുണ്ടെന്നോ വാട്സാപ്പ് അയക്കുന്നുണ്ടെന്നോ കൂടെ. അപ്പൊ നമ്മളൊരു ചെറിയ സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹം. എന്താണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? അല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊന്നുമില്ല, ഒരാളൊരു പോവാല്ലേ. എത്ര പേര് വെയിറ്റ് ചെയ്യുന്നു? കുഴപ്പമില്ല, ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങളെ കണ്ട അവർക്ക് മതിയായി. ഇല്ല, കുഴപ്പമില്ല. അല്ല, ചെറിയൊരു സിറ്റുവേഷൻ, നിങ്ങൾ 2 സെന്റൻസ് നിങ്ങൾ ഒന്ന് നമ്മളൊന്ന് പെർഫോം ചെയ്ത് കാണിച്ചാൽ മതി. അജു വർഗീസ് ഒരു പൂവാലൻ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഒരു സിറ്റുവേഷൻ, പൂവാലൻ സിറ്റുവേഷൻ. നീരജ് ഒരു പോലീസുകാരൻ, പൂവാലനെ പിടിക്കാൻ വരുന്ന പോലീസുകാരൻ. എങ്ങനെയായിരിക്കും നിങ്ങൾ? പോലീസുകാരനാണ് മിക്കവാറും ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട പോലീസുകാരനായിരിക്കും. ഇവനല്ലേ നല്ലത്? ഇവനെ വിളിക്കുന്ന പാർവതി, ഇവനൊക്കെ ഒരുപോലില്ലേ നമ്മുടെ നടി പാർവതി? ഇവരൊക്കെ ഇങ്ങനല്ലേ മുടി വെക്കുന്നേ? വെരി ട്രൂ. രണ്ടുപേർക്കും ഒരേ പാട്ട്.
അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പറഞ്ഞ കണക്കിലെടുത്ത് ഞാൻ എഴുതുന്ന പടത്തിൽ അത് ചേർക്കുന്നതായിരിക്കും. തൽക്കാലം പോയേക്കാം, അതായിരിക്കും നല്ലത്. തീർച്ചയായും ഞാൻ മറ്റൊരു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണം. ഒരു പോലീസുകാരനായിട്ട് ഞാൻ അഭിനയിച്ചാൽ ശരിയാവില്ല, അതിനുള്ള ഗെറ്റപ്പ് എനിക്കില്ല. പിന്നെ ഇദ്ദേഹം പൂവാലിനായ ഭയങ്കര ഈ പണ്ട് മറ്റേ പടത്തിൽ പറഞ്ഞത് 2-3 നട്ടിൽ ഒരു ചാൻ കയറിലുമായി വണ്ടി ഓടുന്നത്. അത് ഇത്രയും പബ്ലിക് വിളിച്ച് നാറ്റിക്കരുത്. ആക്ഷന്റെയും കട്ടിന്റെ ഇടയ്ക്ക് ഡയറക്ടറും കൂടെ അഭിനയിക്കുന്നവരും മാത്രമേ നമ്മുടെയൊക്കെ പരിമിതികൾ അറിയുന്നുള്ളൂ. നന്നായി അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ദേവി നാറ്റിക്കരുത്. തൽക്കാലം ഇവർ ഇത്രയും നന്നായിട്ട് മറുപടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇവരെ വെറുതെ വിടാം. തീർച്ചയായും everybody please put your hands together for Neeraj Madhav and Aju Varghese. பறக்கும் ராசாலியே ராசாலியே நில்லு, இங்கு நீ வேகமா நான் வேகமா சொல்லு, கடிகாரம் போய் சொல்லும் என்ற நான் கண்ட கிழக்கெல்லாம் மார்க்காகடா கண்டேனே பறவை போராகிறேன் போராகிறேன் என்றும் சிறகும் என் கைகளும் ஒன்று. ഈ ബെസ്റ്റ് പെയർ എന്ന് സാധാരണ കിട്ടാറ് എപ്പോഴും ഒരാണിനും ഒരു പെണ്ണിനുമാണ്. ഹലോ ഹലോ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. 2 ആണുങ്ങൾ ഇങ്ങനെ ഒരു ബെസ്റ്റ് പെയർ എടുക്കാന്ന് പറയുന്നത് എന്താ? ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന അടുത്ത കലാരൂപം എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ്. സാധാരണ കാണുന്ന ഒരു സംഭവമല്ല ഇത്. വെറുതെ ഒരു പാട്ട് എന്ന് പറയാൻ പറ്റില്ല. The version is called acapella. Acapella എന്താ അറിയാം? Yes. ഞാൻ പറയാം. അതായത് നമ്മൾ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല. മനുഷ്യർ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ മാത്രം. അതായത് അങ്ങനെ ഹ്യൂമൻ ബോഡിക്ക് അല്ല, ഹ്യൂമൻ വാ വെച്ചുണ്ടാക്കുന്ന സൗണ്ടുകൾ മാത്രം. അല്ല, കൈ കൊണ്ടുള്ള ശബ്ദങ്ങൾ യൂസ് ചെയ്യാം. കൈ കൊണ്ടുള്ള സൗണ്ടുകൾ അങ്ങനെ ഉദ്ദേശിച്ച പോലെയല്ല. ശരിക്കും പറഞ്ഞാൽ അക്കപ്പല്ല എന്ന് പറയുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് അങ്ങനെ ആ സൗണ്ടുകൾ ഉണ്ടാക്കി അത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ റിതമും ബേസും ഒക്കെ അതിൽ കൊടുത്ത് അങ്ങനെ മ്യൂസിക് ഉണ്ടാക്കുന്നതാണ്. ഈ അഞ്ജു ജോസഫ് ആണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. യൂട്യൂബില് ഇവർ ചെയ്ത വീഡിയോസ് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. And now you're going to get it on stage right here in front of you. So, ladies and gentlemen, welcome Anju Joseph and team with an acapella version. എല്ലാവർക്കും നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആൻഡ് ആദ്യം തന്നെ അതിന് ഫ്ലവേഴ്സ് ടിവിയോട് അതിനുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. ഞങ്ങളിന്നിവിടെ ചെയ്യുന്ന പെർഫോമൻസ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പെർഫോമൻസാണ്. അക്കപ്പല്ല പെർഫോമൻസാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ആൻഡ് ഞങ്ങളെ തന്നെ വിളിക്കുന്നത്, ഞങ്ങളുടെ അക്കപ്പല്ല ഗ്രൂപ്പിനെ വിളിക്കുന്നത് റിഫ്ലക്ഷൻസ് എന്നാണ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. பூக்கும் ஓசை அது கேட்கத்தான் ஆசை, புல்விரியும் ஓசை அது கேட்கத்தான் ஆசை, பூக்கும் ஓசை அது கேட்கத்தான் ஆசை, புல்விரியும் ஓசை அது கேட்கத்தான் ஆசை, பச்சைகளில் குக்கு பூச்சிகளில் ரிங் ரிங் ரிங், சங்கீதம் சொல்லித் தருமே தங்க பெண்ணே, காலோடு சலங்கை பூட்டி கரையெல்லாம் வீணை மீட்டி நதி பாடும் பாடல் கேளாய் பட்டு பெண்ணே, பூமி ஒரு வீணை இது காற்றின் கைகள் மீட்டதே, கேட்கும் மலையெல்லாம் அடசாரே
பறக்கும் ராசாலியே ராசாலியே நில்லு இங்கு நீ வேகமா நான் வேகமா சொல்லு கடிகாரம் போய் சொல்லும் என்ற நான் கண்ட கிழக்கெல்லாம் மார்க்காகடா கண்டேனே பறவை போலாகிறேன் போலாகிறேன் என்றும் சிறகும் என் கைகளும் ஒன்று ராசாலி சொல்வது அன்பை முதலில் யாரைவது ஆம்பல் மௌனம் பேசாமல செல்ல வாவி நீரில் கமலம் போராடி மெல்ல கனவுகள் வருத கண்ணின் வழியா என் தோள் மீது நீ குளிர் காகின்றதே जीवन घर में प्रेम नगर में आया नजर में जब से कोई है तू सोचता है तू पूछता है जिसकी कमी थी क्या है वही है हाय वही है हाय वही है काहे नहीं इसको तो खुल के पता है जो है अनकही जो है अनसुनी वो बात क्या है बता मितवा कहे धड़कन तुझसे क्या मितवा खुद से तो ना तो छुपा मितवा कहे धड़कन तुझसे क्या मितवा खुद से तो ना तो छुपा Nirabara Flowers Comedy Awards powered by Nandanam Sanitaries. അതിലെ അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കേണ്ട സമയമായി ദ ബെസ്റ്റ് ഡയറക്ടർ. ആൻഡ് ആർക്കായിരിക്കും അത് കൊടുക്കാനുള്ള ഏറ്റവും കൂടുതൽ അർഹത? തീർച്ചയായും ഇവിടെ നിൽക്കുന്നതിൽ നമ്മുടെ പാൻ ഇന്ത്യൻ ഡയറക്ടർ എന്ന് നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു സംവിധായകൻ, ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ ശ്രീ സിദ്ദിഖ്. Put your hands together, ladies and gentlemen, and welcome Sri Siddhik on stage.
ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷാഫി. Ladies and gentlemen, for the movie Two Countries, Shafi, can I have a look at the AV, please? ഷാഫി. തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർത്ത സിനിമകൾ. ഷാഫിയുടെ സംവിധാന മികവിൽ ഹാസ്യവിസ്മയം തീർത്ത സിനിമകളെല്ലാം തന്നെ കേരളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു. എന്താ ഇത്? വെൽക്കം വെൽക്കോ. ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? നർമ്മമലരുകൾ കോർത്തിണക്കി പൊട്ടിച്ചിരിയുടെ പൂക്കളം തീർത്ത ടു കൺട്രീസ് എന്ന സിനിമയുടെ സംവിധാനത്തിന് മികച്ച സംവിധായകൻ ഷാഫി. എടോ, താൻ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി. അതിനോട് പ്രസക്തിയില്ല. ബെസ്റ്റ് ഡയറക്ടർ ഷാഫി. Award goes to Shafi. ഷാഫിക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, അടുത്ത എൻവലപ്പും കൂടി തുറക്കണം. കാരണം there is another surprise in there. It's for the most popular movie comedy. മോസ്റ്റ് പോപ്പുലർ മൂവി കോമഡി അവാർഡ് നേടിയിരിക്കുന്നത് ടു കൺട്രീസ്. അതിന്റെ നിർമ്മാതാവ് ശ്രീ രഞ്ജിത്ത്. Can I have the producer? Two Countries എന്ന മോസ്റ്റ് പോപ്പുലർ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തിനെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Two Countries. കാനഡയുടെ ചാരുതയിൽ വിരിഞ്ഞ ഒരു മുഴുനീള ഹാസ്യ ചിത്രം. മൈ ബോസ് എന്ന ചിത്രത്തിന് ശേഷം ദിലീപും മമതയും ഒന്നിച്ചഭിനയിച്ച ടു കൺട്രീസ് 2015 സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ്. പെട്ടെന്ന് വൈഫ് വിളിച്ചതുപോലെ തോന്നി. ഇത് പട്ടിയെ വിളിച്ചതാ. ജിമ്മിന്ന് ആരാ പേരിട്ടത്? എന്റെ അപ്പച്ചനാ. അപ്പച്ചന്റെ പേരെന്താ? കൈസർ ചുക്കി. അതുവരെയുള്ള ബോക്സ് ഓഫീസ് കണക്കുകളെയൊക്കെ പഴങ്കഥകളാക്കിയ ടു കൺട്രീസ് ആണ് മികച്ച ഹാസ്യ ചലച്ചിത്രം. ബെസ്റ്റ് പോപ്പുലർ കോമഡി മൂവി ടു കൺട്രീസ്. ബോഡി കണ്ടിച്ച്. മൂവി അതിനുള്ള പുരസ്കാരമാണ് പ്രൊഡ്യൂസർ ഇപ്പോൾ നമുക്ക് ശ്രീ സിദ്ദിഖ് സാറിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. തീർച്ചയായും. Now we need to listen to Shafika speak first. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. വളരെ 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 സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെ കോമഡി മൂവീസിന് അവാർഡ് കൊടുക്കുന്നു, അത് എനിക്കാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. കാരണം അങ്ങനൊരു പതിവ് നമ്മൾ അതിനും കേട്ടിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ ഓണം, ഈ ഒരു ഓണം എനിക്ക് ഓർത്തിരിക്കാവുന്ന ഒരു നല്ലൊരു സ്മരണയാക്കിയ ഫ്ലവേഴ്സ് ചാനലും എൻ്റെ പ്രവർത്തകർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ അടുത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് അണ്ണൻ്റെ ഇന്ന് അവാർഡ് വാങ്ങും. എൻ്റെ അമ്മാവനാണ്, പക്ഷെ ചെറുപ്പത്തിലെ അണ്ണൻ വിളിച്ച് ശീലിച്ചു പോയി. സിദ്ദിഖ് അണ്ണൻ്റെ സ്കൂളാണ് ഞാൻ, റാഫിക്ക. ഇവരുടെയൊക്കെ അനുഗ്രഹം, ഇവരുടെയൊക്കെ എന്താ പറയുക, ഒരു
ഒരു നേർവഴി നമുക്കൊരു പാത കാണിച്ചു തരാൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമ 2 Countries അത് ഞങ്ങൾ ചെയ്ത രണ്ടാമത്തെ പടമാണ്. അത് വിജയിപ്പിച്ച പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും, അതിൽ അഭിനയിച്ച നടീനടന്മാർക്കും അതിലെ ടെക്നീഷ്യൻസിനും, രഞ്ജയേട്ടൻ, പിന്നെ അതിൻ്റെ എടുത്തു പറയേണ്ടത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ റാഫിക്കാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിന് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. കാരണം ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയഘടകമായിരുന്നു അതിൻ്റെ തിരക്കഥ. പിന്നെ ദിലീപ് ഭായ്, രഞ്ജിയേട്ടൻ, അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇങ്ങനൊരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കോമഡി സിനിമ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത്. ഇത് ഫ്ലവേഴ്സ് TV ഇങ്ങനൊരു അവാർഡ് പ്രഖ്യാപിച്ചതിലും ഇങ്ങനെ തുടർന്നും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ പലപ്പോഴും പല നല്ല സിനിമകളും നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പല കാരണങ്ങളാൽ അവാർഡുകൾ കിട്ടാതെ പോകുമ്പോൾ ഇതെന്തായാലും ഒരു കോമഡി സിനിമ എടുത്താൽ നല്ല കോമഡി പടമാണെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ അടൂർ സാറിൻ്റെ ഒന്നും പടങ്ങൾ വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, സിദ്ദിഖേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തൊട്ടേ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒക്കെ ആയിട്ട് ഞാൻ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയവും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമയിൽ നല്ലത് എന്ന് പറയുന്ന അതിൻ്റെ പ്രതീകമാണ് സിദ്ദിഖേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ട ജൂറിയിലുണ്ടായിരുന്ന സിദ്ദിഖേട്ടനാണ്. ഒരുപാട് നന്ദി സിദ്ദിഖേട്ട. അതുപോലെ തന്നെ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരുണ്ട്, മുമ്പിൽ പ്രവർത്തിച്ചവരുണ്ട്, അഭിനയിച്ചവരുണ്ട്. ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട്. ഇത് വിജയിപ്പിച്ച പ്രേക്ഷകരോട് നന്ദിയുണ്ട്. ഇതിൻ്റെ ആദ്യം തന്നെ ഈ സിനിമ ഉണ്ടാകാൻ കാരണം ഒരു യാത്രയിൽ ഷാഫി എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനെ ഒരു കഥയുണ്ട്, ചേട്ടനൊന്ന് കേട്ട് നോക്കുമെന്ന് പറയുന്നു. ആ കഥയിൽ നിന്ന് തുടങ്ങിയ തുടക്കം പിന്നീട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് എത്തിച്ചു. അതിൻ്റെ ബാക്കിൽ ഷാഫിയുടെ കഠിനാധ്വാനമുണ്ട്, റാഫിയുണ്ട്, അതുപോലെ തന്നെ ദിലീപിൻ്റെ കഠിനാധ്വാനമുണ്ട്. അതിൽ അഭിനയിച്ചവർ, അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ, ഒരുപാട് പ്രൊഡക്ഷൻ ബോയ് മുതൽ എല്ലാവരും വളരെയധികം സഹകരിച്ച് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു സിനിമയാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വേറൊന്നുമല്ല. ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ള, എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് സന്തോഷം തന്ന സിനിമയാണ്. ഒരു ചെറിയ സങ്കടമുണ്ട് ഈ പടത്തിൽ. എന്താ വെച്ചാൽ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമയിലും ഉള്ളൊരു ആക്ടറുണ്ട്, സലീം കുമാർ. സലീം കുമാറിന് ഈ സിനിമയിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത പടത്തിൽ പരിഹരിക്കാം. അഭിനയിക്കാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഷോട്ടിലാണെങ്കിലും ഷാഫിയുടെ പടത്തിൽ ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. ആ സങ്കടം നമുക്ക് അടുത്ത പടത്തിൽ തീർക്കാം. ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാലോ? നിങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് നിർത്തി പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. പ്ലീസ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. വളരെ സന്തോഷമുണ്ട് എൻ്റെ സ്നേഹിതനും പ്രശസ്ത സംവിധായകനുമായ ഷാഫിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടുന്നു കാണാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഷാഫി എന്നെ ഈ ചിത്രത്തിനും 2 Countries എന്ന പടത്തിനും വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഷോട്ടെങ്കിലും ഞാൻ ഈ പടത്തിൽ ചെയ്തിരിക്കും, രഞ്ജിത്ത് ചേട്ടനും ഒക്കെ വിളിച്ചതാ. പക്ഷേ ഞാനന്ന് ഇങ്ങനെ മരിക്കാനുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ പോയിന്റ് വന്നതിൻ്റെ പേരിൽ ട്രെയിനിങ് പാസ്സായില്ല ഞാൻ. ആ പാസ്സാവാത്തതിൻ്റെ പേരിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ട്രെയിനിങ് സമയത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ഷാഫി ഞാനൊരു പക്ഷേ ഈ പടത്തിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമാവും. കാരണം ട്രെയിനിങ്ങിലെ പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ പാവൻ രഞ്ജിത്തേട്ടൻ്റെ വയറ്റത്തടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഷാഫി ഏതായാലും ഒരു മുറിക്കൽ ആവശ്യമാണ് ജീവിതത്തിൽ, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ആ മുറിവ് ഇവിടെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഷാഫിയെ ഞാൻ സമാധാനപ്പെടുത്തി. എങ്കിലൊരു വിഷമമുണ്ട്.
ചെറിയ വിഷമം. അപ്പോൾ ഷാഫി പറഞ്ഞ അടുത്ത പടത്തിൽ ആ വിഷമം തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിലേക്ക്, സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് തന്നത് ഷാഫിയാണ്. അപ്പോൾ ഷാഫിയോടുള്ള നന്ദി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. നേരത്തെ അജു വർഗീസ് പറയുന്ന പോലെ ശൂന്യതയിൽ നിന്നൊക്കെ ഹ്യൂമർ കണ്ടെത്താനുള്ള ഷാഫിയുടെ കഴിവ് അപാരം തന്നെയാണ്. കാരണം ഒന്നുമില്ലാത്ത സംഭവങ്ങളിൽ നിന്നും, ഒരുപക്ഷെ പുലിവാൽ കല്യാണത്തിലെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഒന്നുമില്ല, വെറുതെ ഒരു സാധാരണ പടം എന്നാണ് ഞാൻ കരുതിയത്. പിന്നീടത് ഇന്നും ഇപ്പോൾ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പുലിവാലിക്കൽ. അത് ഷാഫിയുടെ സിനിമകളുടെ കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗുകളാണ് ഏറെ ട്രോളുകളിൽ. എനിക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്താനുള്ള കേരളത്തിലെ ട്രോളന്മാരോടാണ്. കാരണം 3 വർഷക്കാലം ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന സംഭവത്തിലുണ്ടായില്ല. അത്രയും കാലം എന്നെ സജീവമായി പിടിച്ചു നിർത്തിയത് ഈ ട്രോളന്മാരായിരുന്നു. അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇത്രയൊക്കെ പോരെ? ധാരാളം. പക്ഷേ സലീമേട്ടനെ ഇപ്പൊ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. Ladies and gentlemen, can I have one round of applause for these stalwarts of the film industry? സലീമിക്ക് അടുത്ത അവാർഡ് സലീമേട്ടനാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. താങ്ക്സ് ലോട്ട് ഷഫീഖ്, താങ്ക്സ് ലോട്ട് രഞ്ജിത്ത്, താങ്ക്സ് ലോട്ട് സിദ്ദിഖ്. അടുത്ത അവാർഡ് പ്രഖ്യാപിക്കുന്നത് സലീമേട്ടൻ തന്നെയാണ്. ബെസ്റ്റ് പെയർ ഓഫ് കോമഡി, വിനയ് ഫോർട്ട് ആൻഡ് ചെമ്പൻ വിനോദ്. Wow. Please put your hands Best together. pair. Let's see what they have to offer. ബെസ്റ്റ് കോമഡി പെയർ. കിണ്ണം കട്ടാക്കള്ളൻ, തഴുതിട്ടൊരു സ്വർണം കട്ടാക്കള്ളൻ. മലയാള സിനിമയുടെ പുതിയ ഭാവുകത്വത്തിൽ മിന്നിത്തിളങ്ങിയ താരങ്ങൾ വിനയ് ഫോർട്ടും ചെമ്പൻ വിനോദും. എന്തിനടക്ക അറിയണേ, എന്തിനൊക്കെ അറിയണേന്ന് പ്രേക്ഷകരുടെ ഹൃദയാംഗീകാരത്തിനു പുറമെ ഇവർ ഒന്നിച്ചണിയിച്ചൊരുക്കിയ ഹാസ്യവിരുന്നിന് കോമഡിയുടെ മികച്ച പുരസ്കാര വേദിയിലും അംഗീകാരം. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിലെ ഹാസ്യ ജോഡിക്കാണ് ബെസ്റ്റ് കോമഡി പെയറിനുള്ള പുരസ്കാരം. വിനയ് ഫോർട്ടും ചെമ്പൻ വിനോദും. വലിയ കള്ളന്മാർക്കൊക്കെ ചോപ്പലൈറ്റ് വെച്ച വണ്ടിയും പോലീസിന്റെ എസ്കോർട്ടും, നമുക്കോ ഒരു പെൻഷൻ ഉണ്ടാ, ഒരു ഇൻഷുറൻസ് ഉണ്ടാ. അതേ പറയണ ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിൽ ദ ബെസ്റ്റ് പെയർ അവാർഡ് സ്വന്തമാക്കാനായി നമ്മുടെ പ്രിയ താരങ്ങൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. Thanks a lot, Salimata. Thanks a lot. ഈ ബെസ്റ്റ് പെയർ എന്ന് സാധാരണ കിട്ടാറ് എപ്പോഴും ഒരാണിനും ഒരു പെണ്ണിനുമാണ്. ഹലോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. 2 ആണുങ്ങൾ ഇങ്ങനെ ഒരു ബെസ്റ്റ് പെയർ എടുക്കാന്ന് പറയുന്നത് എന്താ? അത് കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നല്ലോ. നെവർ നോ അല്ലേ? സന്തോഷത്തോടുകൂടി അഭിനയിക്കും തീർച്ചയായും. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ല ഈ അവാർഡ് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിന്റെ കാര്യം അങ്ങനെ അങ്ങനെ പറയരുത്. അയ്യോ, എന്തെങ്കിലും പറയണം. പെൺകുട്ടി പറയാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തമാശ പറഞ്ഞല്ലോ. തമാശ പുള്ളി ഒരു തമാശ പറഞ്ഞ ഹ്യൂമർ സെൻസ് ഇല്ല എന്നതാണ് കഷ്ടം. വിനയ്, അതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ടു ഫ്ലവേഴ്സ് TV ആൻഡ് who are the guys who organized this. എനിക്ക് പറഞ്ഞോളൂ. അല്ല, നമ്മൾ മ്യൂച്വലി പരസ്പരം. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം. ആദ്യമായിട്ട് ലൈക്ക് എല്ലാവർക്കും ഓണാശംസകൾ, എല്ലാ മലയാളി പ്രേക്ഷകർക്കും. എൻ്റെയും വിനയ് ഫോർട്ടിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഓണം ആശംസിക്കുന്നു. എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. കള്ളന്മാരുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. നമുക്കറിയില്ല. നീ എന്തൊന്നും പറയാതെന്ന്. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന ഒരു സിനിമക്ക് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ്, അല്ലെങ്കിൽ ആ സിനിമക്ക് ഒരു അംഗീകാരം ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.
കാര്യം ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരിക്കലും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സിനിമയൊന്നും ആയിരുന്നില്ല അത്. പക്ഷേ അതൊരു ജെന്യുവൻ സിനിമയായിരുന്നു, തീർച്ചയായും ജെന്യുവൻ ആയിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഫിലിമിനെ അഭിനയിച്ച് നമുക്ക് ഇങ്ങനൊരു പെയർ അവാർഡ് കിട്ടിയതിൽ. പിന്നെ മിസ്റ്റർ മിഥുൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒരു പെയർ ഇനിയും വരും. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ആ ഷാജോൻ ചേട്ടന്റെ ഒരു സംഭവം, അതായത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ സമീപിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഭയങ്കര കോൾഡ് ബ്ലഡഡ് വില്ലൻ, ഭയങ്കര കൊടി കെട്ടിയ വില്ലനാണ്. പക്ഷെ അവസാനം മരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഉറുമ്പ് പിടിച്ചു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അങ്ങനെ ഒരുപാട് പേര് റിജക്ട് ചെയ്തില്ല ആ ക്യാരക്ടർ അല്ലേ? എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഈ സിനിമയുടെ, കൊച്ചു സിനിമയുടെ വിജയം അതൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം വിനയ് പറഞ്ഞു ഇത് എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചു എന്നല്ലേ പറഞ്ഞേ അല്ലേ? എന്ത് പരിപാടിയാണ് ചോദിച്ചു, നിങ്ങൾ ഇത് എന്താണ് ഈ പറയുന്നത്, എന്ത് ദുരന്ത കഥയാണെന്നാണ് ചോദിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ചും ചെമ്പഞ്ചേന്റെ ഒപ്പം അവാർഡ് കിട്ടുക. എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ ചെയ്ത എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളൊപ്പം എപ്പോഴും മനസ്സുകൊണ്ട് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ആക്ടർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വേദിയിൽ അംഗീകരിക്കപ്പെട്ടു, ഈ സിനിമയിൽ അഭിനയിച്ചാൽ അംഗീകരിക്കപ്പെട്ടു. അത് മൊത്തത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് എല്ലാം. വിനയുടെ ഈ സൗണ്ട് തന്നെയാണ് വിനയുടെ ട്രേഡ് മാർക്ക് അല്ലേ? ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇടയ്ക്ക് ഇച്ചിരി ബേസ് കയറ്റാൻ ശ്രമിച്ച പോലെ ഒരു ഡൗട്ട്. ഒരിക്കലും ഇല്ല കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. വീട്ടില് ഭാര്യയുടെ സംസാരിച്ച് ഇച്ചിരി ബേസ് കയറാറുണ്ട്? ഒരിക്കലും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ. ചേട്ടാ, അപ്പോ എന്തായിരുന്നാലും ഈ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ അവാർഡ് വെരി വെൽ ഡിസേർവ്ഡ് അവാർഡ്. തീർച്ചയായും ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഇവരുടെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്താണെന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ ആണിനും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഉണ്ടാകാം എന്ന് തെളിയിക്കുന്ന പേരുകളും ഉണ്ട്. മുകേഷ് ചേട്ടനെയും മോഹൻലാലിനെയും പോലെ, മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേര് തന്നെയാണ് ഈ നിൽക്കുന്ന രണ്ടുപേർ. ഒരാൾക്ക് നന്ദി പറയാം, നമ്മൾ പറഞ്ഞുപോയി. എനിക്ക് തോന്നുന്നു ജിജു അശോകനെ നമുക്ക് ഇവിടെ വെച്ച് നന്ദി പറയണം. ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്, ക്ഷമിക്കുക. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ഫിലിമിന്റെ ഡയറക്ടർ ജിജു അശോകനാണ് ഞങ്ങളിപ്പോൾ ഈ വേദിയിൽ നിൽക്കാനുള്ള കാരണം. ഇത് ഞങ്ങൾ ആക്ച്വലി എന്താ പറയാ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. രഞ്ജിത്തേട്ടൻ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രൊഡ്യൂസറിൽ നിങ്ങൾക്ക് പൈസ തന്ന പുള്ളിക്ക് നന്ദിയൊന്നുമില്ലേ? എനിക്ക് തോന്നുന്നു ഈ സിനിമ രഞ്ജിത്തേട്ടൻ എനിക്ക് പൈസ തന്നിട്ടുള്ളത് വേറെ സിനിമയിലാണ്. അതിന് ഞാൻ പ്രത്യേകം നന്ദി രഞ്ജിത്തേട്ടനോട് പറയുന്നു. അല്ല, ഇതിന്റെ പ്രൊഡ്യൂസർക്കും നന്ദി പറയാം. ഒരു സംശയമില്ല. എനിക്ക് ജിജു അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസമാണ് ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന സിനിമ. അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ നന്മയാണ്, ആ ഗ്രൂപ്പിന്റെ നന്മയാണ്. അപ്പോൾ എനിക്കൊന്ന് നമുക്ക് ഈ കിട്ടിയ അവാർഡ് എൻറ്റയർ ടീം ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ ടീമിന് സമർപ്പിക്കും. ഉറുമ്പുകൾ ഉറങ്ങാറില്ല ഒരു ഗംഭീര സിനിമയായിരുന്നു. താങ്ക്സ് a lot. Thanks a lot, gentlemen. Thanks a lot for coming here. Once again, a big congratulations for the best pair.